നമസ്കാരം. പോർട്സ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം വന്നിരിക്കുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണെന്നുള്ളതാണ്. സജി ചെറിയാൻ സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. രണ്ടാമത്തെ ചോദ്യം കൊടുത്തേക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്ന മരുഭൂമികളാണ്. അറിയാലോ, നമ്മൾ സാമ്പാർ ലേക്ക് എന്നൊക്കെ പറഞ്ഞതൊക്കെ മരുഭൂമിയിലല്ലേ. ഉപ്പ് തടാകങ്ങൾ മരുഭൂമിയിലാണ്. അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. മരുഭൂമിയിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതലായിരിക്കും. വർഷം എന്ന് പറഞ്ഞാൽ എന്തുവാ? വർഷം അല്ലേ. വർഷകാലം എന്ന് പറഞ്ഞാൽ റെയിൻ ആണല്ലേ, മഴയാണ്, റെയിൻ. അപ്പോൾ മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതൽ, ചൂടല്ലേ കൂടുതൽ. അപ്പോൾ ഇവാപ്പറേഷൻ ഇല്ലെങ്കിൽ ബാഷ്പീകരണം തന്നെയാണ് കൂടുതൽ. അത് മഴയേക്കാൾ കൂടുതലാണെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എയും ബിയും ശരിയാണ്. അപ്പോൾ രണ്ട് ഓപ്ഷൻ വരുന്നത് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. എയും ബിയും ശരിയായ പ്രസ്താവനകളാണ്. ബി എയുടെ ശരിയായ വിശദീകരണമാണ് എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്തത് ശരിയായ പ്രസ്താവനകളാണ്, ശരിയായ വിശദീകരണം അല്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഉപ്പ് തടാകങ്ങളിൽ സാധാരണ ഉപ്പ് തടാകങ്ങൾ മരുഭൂമിയിലാണ് കാണുന്നത്. അപ്പോൾ അതിനകത്ത് ബാഷ്പീകരണം സംഭവിക്കുമ്പോഴത്തേക്ക് അതിന് ബാക്കിയായിട്ട് അതിൻ്റെ മണ്ണിലുണ്ടായിരുന്ന ഉപ്പംശങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ പ്രസ്താവന ശരിയായിട്ട് വരുന്നത്. അപ്പോൾ അത് കറക്റ്റ് അതിൻ്റെ വിശദീകരണം തന്നെയാണ്. കാരണം മരുഭൂമികളിൽ ബാഷ്പീകരണം കൂടുതലും അതേപോലെ മഴ കുറവും സംഭവിക്കുമ്പോഴത്തേക്ക് ഉപ്പ് മാത്രം ബാക്കി കിടന്നിട്ട് ബാക്കിയെല്ലാം മുകളിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഉപ്പ് തടാകങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് വിശദീകരണം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് എ ആണ്. അടുത്തത് ഭൂമിയിലെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? അകക്കാമ്പിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നിഫെ എന്നല്ലേ നമ്മൾ പറയുന്നത്. നിഫെയാണ് പറയുന്നത്. നിക്കൽ, അയൺ. ഓപ്ഷൻ വരുന്നത് ഇരുമ്പ്, നിക്കൽ എന്ന് പറഞ്ഞ ഇതാണ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ്. അതൊന്ന് ചെക്ക് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജലവിദ്യുത പദ്ധതി ഏതാണെന്നുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവിദ്യുത പദ്ധതി എന്ന് പറയുന്നത് ഇടുക്കി ജലവിദ്യുത പദ്ധതിയാണ്. അടുത്ത ചോദ്യം വരുന്നത് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ഒരു ലെങ്തി ക്വസ്റ്റ്യനാണ്. അതായത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം കൺസ്യൂം ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കാം. 42ാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ 1D വരുന്ന ഓപ്ഷൻ, 1D വരുന്ന രണ്ട് ഓപ്ഷനുണ്ട്. എയും ഉണ്ട്, ഡിയും ഉണ്ട്. 1D വരുന്നത്. ഇനി നമുക്ക് നോക്കാം 1D 2 ആണോ 3 ആണോ എന്ന് നോക്കാം. ചെറിയ ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗലിക കടമകളാണ് അല്ലേ. 42ാം ഭേദഗതി മൗലിക കടമകൾ കൂടിച്ചേർത്താണ്. 1D2 അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്കത് ആൻസർ ചെയ്യാം. ബാക്കി ഒന്നും വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ് എന്നുള്ള ചോദ്യമാണ്. അതിൽ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റാണ്, വനങ്ങൾ കൺകറന്റ് ലിസ്റ്റാണ്. 1, 2 വരുന്നുണ്ട്. 1, 2 വരുന്ന ഓപ്ഷൻസ്. പിന്നെ ദത്തെടുക്കലും പിന്തുടർച്ച അവകാശവും കൺകറന്റ് ലിസ്റ്റാണ്. അപ്പോൾ 6 വരുന്നുണ്ട്. 6 എല്ലാത്തിലും വരുന്നുണ്ട്. പിന്നെ തൊഴിലാളി സംഘടന കൺകറന്റ് ലിസ്റ്റാണ്. 4 കൺകറന്റ് ലിസ്റ്റാണ്. കാരണം തൊഴിലാളി സംഘടന നമ്മുടെ സ്റ്റേറ്റ് ലെവലും ഉണ്ട്, കേന്ദ്ര ലെവലുമായിട്ടുള്ള തൊഴിലാളി സംഘടനകളുണ്ട്. അപ്പോൾ 4 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ബി ആണ്. അങ്ങനെയാണ് അത് ആൻസർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആൻസറിലോട്ട് എത്തുന്ന രീതികളാണ് ഈ പറയുന്നത് കേട്ടോ. ഇപ്പോൾ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണെന്നുള്ളതാണ് ആദ്യത്തെ. ശരിയാണ്. രാജ്യസഭ എന്നുള്ളത് 6 വർഷമാണ് കാലാവധി. അപ്പോൾ ശരിയായ ഓപ്ഷനാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ 1 ശരിയാണ്. അപ്പോൾ ഡി നമുക്ക് വെട്ടിക്കളയാം. എല്ലാ പ്രസ്താവനകളും തെറ്റാണെന്നുള്ളത് വെട്ടിക്കളയാം. പിന്നെ അപ്പോൾ 1 ശരിയാണ്. ഇനി എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷനുണ്ട്. 1, 3, 4, 1, 4 എന്ന ഓപ്ഷൻ. രണ്ടാമത്തെ നോക്കാം. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സമ്പ്രദായത്തിലൂടെയാണ്. ഫസ്റ്റ് പാസ്റ്റ് FPTP തന്നെയാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. FPTPയിലൂടെ തന്നെയാണ്. അപ്പോൾ അത് ശരിയാണ്. അടുത്തത് രാജ്യസഭാ അംഗമാണെങ്കിൽ 35 വയസ്സ് പൂർത്തിയായിരിക്കണം. അടുത്തത് ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നറിയപ്പെടുന്ന എല്ലാ പ്രസ്താവനയും ശരിയാണെന്നുള്ളതാണ്. അടുത്തത് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതൊക്കെ? അത് നോക്കണം. അടുത്തത് ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 104ാമത്തെ ആർട്ടിക്കിളാണ്.
104ാമത്തെ അമെൻമെൻറ്റാണ് ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കി ഭരണഘടനാ ഭേദഗതി. ഇത് നമുക്ക് 101 മുതൽ 105 വരെയുള്ളത് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ഇപ്പോൾ 101 വരുന്നത് GST ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലാദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് തെന്മല, കൊല്ലം ജില്ല. അത് ശരിയാണ്. അടുത്തത്, വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. അത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് 2 ശരിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാ ഓപ്ഷനിലും 2 മാത്രമേ ശരിയായിട്ടുള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് വായിക്കേണ്ട ആവശ്യമില്ല. 1,2 എന്നുള്ളതാണ്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഭാരത സർക്കാരിൻ്റെ ജിയോഗ്രഫിക്കൽ പേറ്റന്റ് ടാഗ് ആദ്യമായി ലഭിച്ചത് ആറന്മുള കണ്ണാടിക്കാണ്. അത് ഡൗട്ടുണ്ട്. അടുത്ത ഓപ്ഷനിലോട്ട് പോവാം. JC ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അടുത്തത്, ഒളിമ്പിക്സ് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരം തോമസ് മത്തായി വർഗീസാണ്. അതും ഡൗട്ടുള്ള കാര്യമാണ്. അടുത്ത ഓപ്ഷനിലോട്ട് പോകാം. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ആറന്മുളയാണ്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. കോമൺലി നോൺ ഫാക്റ്റാണ്. അപ്പോൾ 2ഉം 4ഉം ശരിയാണെന്ന് പറയുന്ന ഓപ്ഷൻ എവിടെയെങ്കിലും ഉണ്ടോ? 2ഉം 4ഉം ശരിയാണെന്ന് പറയുന്ന ഒരേ ഒരു ഓപ്ഷനുള്ള എല്ലാം ശരിയാണെന്ന് പറയുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. 2ഉം 4ഉം ശരിയായിട്ട് നമുക്ക് കിട്ടി. ബാക്കിയുള്ളത് നമുക്ക് അറിയില്ലെങ്കിലും ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനയിൽ ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക. ഇതിൽ റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചത് അയ്യത്താൻ ഗോപാലിനാണ്. ഇത് മാത്രമേ എനിക്ക് അറിയാവുന്നൊരു ഫാക്റ്റ്, വ്യക്തമായിട്ട് അറിയാവുന്നൊരു ഫാക്റ്റ് അതിലുള്ളൂ പേഴ്സണലി. അപ്പോൾ അയ്യത്താൻ ഗോപാലൻ, വേറെ ഒന്നും നമ്മൾ വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചത് അയ്യത്താൻ ഗോപാലിനാണ്. അടുത്ത, ICC ചാമ്പ്യൻസ് ട്രോഫി 14ാമത്തെ ക്വസ്റ്റ്യൻ. തെറ്റായ പ്രസ്താവന, അതായത് തെറ്റായിട്ടുള്ളതാണ് വേണ്ടത്. 2025 ഇന്ത്യ ജയിച്ചു എന്ന് നമുക്കറിയാം അല്ലേ. ICC ചാമ്പ്യൻസ് ട്രോഫി 2025 ഇന്ത്യയാണ് ജയിച്ചത്. അതുപോലെ തന്നെ 2013, 2002 ഒക്കെ ഇന്ത്യയാണ് ജയിച്ചത്. അപ്പോൾ അത് ശരിയായിട്ടുള്ളതാണ്. ഇന്ത്യയെപ്പോലെ 3 തവണ കിരീടം നേടിയ മറ്റൊരു ടീം ഓസ്ട്രേലിയയാണ്. അത് ഏതെങ്കിലും 2 ഓപ്ഷൻസ് തെറ്റാണ്. 2 ഓപ്ഷൻസ് തെറ്റാണെന്നാണ് നമുക്ക് അതിനുള്ളത്. അപ്പോൾ 2002, 2013, 2025 ഈ വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി. അപ്പോൾ 1 എന്നുള്ളത് ശരിയാണ്. അപ്പോൾ 1 വരരുത് ഓപ്ഷനിൽ. 1 എന്നുള്ള ഓപ്ഷനെല്ലാം നമുക്ക് വെട്ടിക്കളയാം. 1 ശരിയാണ്. പിന്നെ ന്യൂസിലൻഡ് കിരീടം നേടിയ വർഷം 2000 ആണ്. അതെനിക്കറിയാം. ന്യൂസിലൻഡ് കിരീടം നേടിയ 2000 ആണ്. അപ്പോൾ 1ഉം 4ഉം ശരിയാണ്. അതല്ലാത്ത ഓപ്ഷൻ വരുന്നത് 2, 3 ആണ്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ക്രിസ്റ്റി കവൻട്രി അല്ലേ, അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. അത് ശരിയാണ്. അവരുടെ ജന്മദേശം നമീബിയ അല്ല, അവർ നമ്മുടെ സിംബാബ്വേക്കാരിയാണ് കേട്ടോ. സിംബാബ്വേക്കാരിയാണ്. അപ്പോൾ 2 തെറ്റാണ്. അപ്പോൾ 1 ശരിയും 2 തെറ്റും വരണം. 1 ശരി. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കണം. അങ്ങനെയൊക്കെ നോക്കാം നമുക്ക് ഈ ഓപ്ഷൻ ഇത് ശരിയാക്കാനായിട്ട്. നോക്കി 1 ശരി വരണം, 1 ശരി വരണം, 2 തെറ്റും വരുന്ന ഓപ്ഷൻ. അതായത് 1 ഓപ്ഷനിൽ ഉണ്ടാവണം, 2 ഉണ്ടാകാൻ പാടില്ല. 2 ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എല്ലാം ശരിയാണ് എന്നുള്ളത് വെട്ടിക്കളയാം. 1 ശരി, 2 ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ B വെട്ടിക്കളയാം. 1 ശരി, 2 ഉണ്ടാകാൻ പാടില്ല. അതിന് പറ്റിയ ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. 1,3. അടുത്തത്, ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ സ്പാഡെക്സ് ആണ്. പക്ഷേ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിലും ആ സ്പാഡെക്സ് എന്ന് പറഞ്ഞ സാധനം കറക്റ്റ് റൈമിങ് വേർഡാണ് സ്പേസ് ഡോക്കിങ്ങുമായിട്ട് അല്ലേ. സ്പേസ് ഡോക്കിങ്ങുമായിട്ട് സാമ്യമുള്ളൊരു പേരാണ്. അത് തന്നെയാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ കേട്ടോ. സ്പാഡെക്സ് ആണ്, സ്പേസ് ഡോക്കിംഗ് നേട്ടമാണ്. അടുത്ത, പദാർത്ഥ കണികകളുടെ ദൈത്വ സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാരാണ്? ദൈത്വ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവൽ നേച്ചർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ഡ്യുവൽ നേച്ചർ ഡി ബ്രോഗ്ലെ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണത് കൊണ്ടുവന്നത്. പിന്നെ ഇതേപോലെ തന്നെ ചോദിക്കാവുന്ന വേറൊരു കാര്യമുണ്ട്. ഹെയ്സൻബർഗ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അനിശ്ചിതത്വ സിദ്ധാന്തം എന്നുള്ള കാര്യം. പക്ഷേ അത് ഇവിടെ അതല്ല വന്നേക്കുന്നത്. ഇവിടെ ചോദിച്ചേക്കുന്നത് ദ്വൈത്വ സ്വഭാവമാണ് ചോദിച്ചേക്കുന്നത്, ഡ്യുവൽ നേച്ചർ. ഡി ബ്രോഗ്ലെയാണ്. അടുത്തത്, CuNH3 6 times Cl3 എന്ന കോർഡിനേഷൻ കോമ്പൗണ്ടിലെ കോപ്പറിൻ്റെ ഓക്സീകരണാവസ്ഥ. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആൻസർ വരുന്നത് +3 ആണ്. ഇത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോറിൻ്റെ ചാർജ് -1 ആണ്. ഞാനൊന്ന് പറഞ്ഞു തരാം, നിങ്ങൾക്കൊന്ന് കേൾക്കാം. അപ്പോൾ ക്ലോറിൻ്റെ ചാർജ് -1 ആണ്. അപ്പോൾ 3 ക്ലോറിൻ വരുമ്പോൾ -3 ചാർജ് വരും. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ പുറമേ ഉള്ള ചാർജ് എത്രയാണോ അത്രയും തന്നെ ആയിരിക്കണം ഉള്ളിലും വരുന്നത്. അപ്പോൾ ഉള്ളിലും -3 വരുവാണെങ്കിൽ, പുറമേ -3 വരുവാണെങ്കിൽ
അകത്ത് +3 വരണം. ആ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ +3 വന്നാലേ അത് ന്യൂട്രൽ ആകത്തുള്ളൂ. അപ്പോൾ +3 വരണമെങ്കിൽ ഈ NH3 എന്ന് പറയുന്നത് ചാർജ് ഇല്ലാത്ത ഒരു ലിഗാൻഡാണ്. ലിഗാൻഡ് എന്നാണ് പറയുന്നത് ഈ NH3 ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നതിന്. NH3 ചാർജ് ഇല്ല. അപ്പോൾ കോപ്പറിന് +3 വന്നു കഴിഞ്ഞാൽ ക്ലോറിൻ്റെ -3 ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണത് +3 ആയത്. തൽക്കാലം ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് ലൂയിസ് ബേസ് അല്ലാത്തത് ഏതാണ്? ലൂയിസ് ബേസ് അല്ലാത്തത് NH3 ആണ്. NH3 ഒരു ലൂയിസ് ആസിഡാണ്. ലൂയിസ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ കൂടുതലുള്ളത്, ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കുറവുള്ളതുമാണ് കേട്ടോ. 2023 രസതന്ത്ര നോബൽ പ്രൈസ് ക്വാണ്ടം ഡോട്ട്സ് ആണ്. അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഡീലിമിറ്റേഷൻ കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ആസ്ഥാനം ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആണല്ലോ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണെങ്കിൽ ആസ്ഥാനം ന്യൂഡൽഹി ആയിരിക്കും. അപ്പോൾ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ശരിയാണെന്ന് നമുക്കൊന്ന് അനുമാനിക്കാം. പിന്നെ ബി എന്ന് പറഞ്ഞ ചോദ്യം ഇവിടെ ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നേക്കുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ഉത്തരവുകളെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു ഇത് വരണമെന്നുണ്ടോ? അങ്ങനെ വരാൻ സാധിക്കില്ല. ഒരു കോടതിയും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റണമല്ലോ. അപ്പോൾ അതൊരു തെറ്റായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് എടുക്കാം. ശരിയായ പ്രസ്താവന ഏതാണ്? ഡി ശരിയാണ്, ബി തെറ്റാണെന്ന് വരണം. ഡി ശരിയാവണം, ബി തെറ്റാണ്. അതായത് ഡി വരണം, ബി വരരുത്. ഡി വരണം. ഇപ്പോൾ എല്ലാ പ്രസ്താവനയും തെറ്റാണെന്നുള്ളത് കളയാം, എല്ലാ പ്രസ്താവനയും ശരിയാണെന്നുള്ളതും കളയാം. ഡി വരണം, ബി വരാൻ പാടില്ല. അങ്ങനെയുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി. അടുത്തത് ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ധനകാര്യ കമ്മീഷൻ്റെ ആർട്ടിക്കിൾ 280 അത് ശരിയാണ്. 5 വർഷമാണ് കാലാവധി. 1, 2 ശരിയാണ്. നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. 4 ശരിയാണ്. ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഇതിൻ്റെ ചെയർമാൻ. ഇനിയുള്ളത് നമുക്ക് നോക്കാം. 1, 2, 4 ശരിയാണ്. അങ്ങനൊരു ഓപ്ഷൻ അവിടെ കിടപ്പുണ്ട്. ഇനി നമ്മൾ 3 ശരിയായിട്ടുള്ളൂ, 4 ശരിയായിട്ടുള്ള ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ അത്ര മതി, ഇനി വായിക്കേണ്ട. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള ഏതൊക്കെ? സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം നൽകണം. ഒരിക്കലും സ്ത്രീക്കും പുരുഷനും ഒരു മോശം ഓപ്പോസിറ്റ് വേതനം നൽകിക്കൊണ്ട് അങ്ങനെ ഒരു പദ്ധതി തുടങ്ങത്തില്ല. അപ്പം തന്നെ എതിർപ്പുണ്ടാവില്ലേ. അപ്പോൾ അത് ശരിയായേ പറ്റൂ. 15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം ശരിയാണ്, തൊഴിൽ വേതനം നൽകണം. അടുത്തത് തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തൊഴിൽ നൽകണം. തദ്ദേശീയ തൊഴിൽ, ആ ദേശത്ത് തന്നെ തൊഴിൽ നൽകണം. അത് 3 ശരിയാണ് കേട്ടോ. ഇവയെല്ലാം അപ്പോൾ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിലെ അംഗങ്ങൾ 15 അംഗങ്ങളാണ്. താഴെ പറഞ്ഞ എത്ര വയസ്സ് കഴിഞ്ഞവരാണ് മുതിർന്ന പൗരനെന്ന് കണക്കാക്കുന്നത്? 60 വയസ്സ് കഴിഞ്ഞവരാണ്. അടുത്ത ചോദ്യം ഒരു മാസ്റ്റർ ഫോളോയിങ് ആണ്. അപ്പോൾ നമുക്കിത് ബ്രഹ്മപുത്ര ഇന്ത്യയുടെ ചുവന്ന നദിയാണ്. അപ്പോൾ D4 വരണം. D4 വരുന്ന 2 ഓപ്ഷനാണുള്ളത്. D4 വരുന്ന 2 ഓപ്ഷനാണുള്ളത്. അപ്പോൾ ഇനിയാണ് നമുക്ക് നോക്കാം. ദക്ഷിണഗംഗ എന്ന് പറയുന്നത് ഗോദാവരിയാണ്. അപ്പോൾ 2B വരുന്ന ഓപ്ഷൻ, 2B വരുന്ന ഒരേ ഒരു ഓപ്ഷനുള്ളൂ. അപ്പോൾ ഓപ്ഷൻ സിയിലോട്ട് നമുക്ക് പോകാം. അടുത്ത ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത് ഏതാണ്? ബ്രൗൺ ഡയമണ്ട്. ബ്രൗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽക്കരിയായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ലിഗ്നൈറ്റിലോട്ട് ഉത്തരം പോകാം. അടുത്തത് RBIയുമായി ബന്ധമില്ലാത്തത് എന്ത്? വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരനാണ്, ബാങ്കുകളുടെ ബാങ്കാണ്, സർക്കാരിൻ്റെ ബാങ്കാണ്, പാവപ്പെട്ടവൻ്റെ ബാങ്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. പാവപ്പെട്ടവൻ്റെ ബാങ്ക് അല്ല കേട്ടോ. അടുത്ത് 1982 സ്ഥാപിതമായി, അത് മാത്രമേ നോക്കിയുള്ളൂ, നബാർഡ്. സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ആരാണ്? ഡ്രെയിൻ തിയറി, ദാദാഭായ് നവറോജി. ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയും കേട്ടോ, ഓർത്ത് വെച്ചേക്കുക. നിശ്ചിത അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളാൻ അനുമതി നൽകുന്നൊരു പെർമിറ്റാണത്. അടുത്തത് കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യ പ്രവണത കുറയ്ക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതി സ്മൈലിലോട്ടാണ് എത്തുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉയരം കൂടുന്നതനുസരിച്ച് ഗുരുത്വാകർഷണ ബലം, ഉയരം കൂടിക്കഴിഞ്ഞാൽ ഗുരുത്വാകർഷണ ബലം കുറയും. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രതാ ദൂരം 15 ഫോക്കസ് ദൂരം. വക്രതാ ദൂരത്തിൻ്റെ പകുതിയായിരിക്കും ഫോക്കസ് ദൂരം. അപ്പോൾ 15 വക്രതാ ദൂരമെങ്കിൽ ഫോക്കസ് ദൂരം 7.5 മീറ്റർ ആയിരിക്കും. എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത്. എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് മാലൂസ് ലോ എന്നുള്ള ഇതിലോട്ടാണ് പ്രാഥമികമായിട്ട് എത്തുന്നത്. ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം എന്തായാലും ഉണ്ട്, പാസ്കൽസ് നിയമവും അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഹുക്സ് നിയമവും മാലൂസ് നിയമവുമായിട്ടാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. മാലൂസ് നിയമം എന്നുള്ളൊരു പ്രാഥമികമായിട്ട് ഉത്തരത്തിലൂടെ എത്താം. അടുത്ത താഴെ പറഞ്ഞാൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഏതാണ്?
ജൈവ കൃഷി രീതി ഉപയോഗിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് നീതി ആയോഗിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നില്ല. അതൊരു സ്പെസിഫിക്കായിട്ട് പറയുന്നൊരു കാര്യമാണല്ലോ, എടുത്തു പറയുന്നൊരു കാര്യം. അങ്ങനെ ഒരു ലക്ഷ്യം വരുന്നില്ല. ബാക്കിയെല്ലാം ലക്ഷ്യങ്ങളാണ്. വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര വികസനം നേടുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. അത് ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയായിട്ട് ബന്ധപ്പെടുന്നു? ടെർഷറി സെക്ടർ. എല്ലാ സർവീസുകളല്ലേ, സർവീസുകളെല്ലാം ടെർഷറി. പ്രകൃതിയിലെ വിഭവങ്ങൾ തന്നെ ചെയ്യുന്നതാണ് പ്രാഥമികം. പ്രകൃതിയിലെ വിഭവങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് ദ്വിതീയം. സേവന മേഖലയാണ് തൃതീയം. ഇത് കൂടാതെയുള്ള കുറച്ച് സെക്ടേഴ്സും കൂടി ഉണ്ട് കേട്ടോ. അതൊക്കെ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് നോക്കിയേക്കണം. നാലാമതോ അഞ്ചാമതോ ആയിട്ടൊക്കെ സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ റെയറായിട്ട് ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ബേസിക് അതും കൂടി ചോദിക്കാം. ഇപ്പോൾ ഹിൽട്ടണിയൻ കമ്മീഷൻ താല്പര്യം പറയുന്നതിൽ എന്തായിരുന്നു? RBIയുടെ അല്ലേ ഹിൽട്ടണിയൻ കമ്മീഷൻ. അടുത്ത നമ്മുടെ ഭാരത നിർമ്മാണ സഭയിൽ 1949 നവംബർ 26, ദിസ് 1949 നവംബർ 26 എന്ന് പറയുന്നത് തന്നെ ആമുഖത്തിലാണ്. അടുത്തത് കൂട്ടത്തിൽ പെടാത്തത്, അതായത് തെറ്റായിട്ടുള്ള കണ്ടെത്താനായി വെച്ചേക്കുന്നത്. വകുപ്പ് 18 എന്താണെന്ന് ആദ്യം തന്നെ നമ്മളൊന്ന് ചിന്തിച്ച്, പദവി നാമങ്ങൾ നിർത്തലാക്കലാണ് അല്ലേ. സ്ഥാനപ്പേര് കറക്റ്റാണ്. അപ്പോൾ അത് വരാൻ പാടില്ല. അടുത്തത് പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ്, വകുപ്പ് 44ആണ്. അപ്പോൾ അതും വരാൻ പാടില്ല, അത് ശരിയാണ്. തൊട്ടുകൂടായ്മ വകുപ്പ് 17. തൊട്ടുകൂടായ്മ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വായിക്കില്ല. അടുത്ത മനുഷ്യ കച്ചവടത്തിൻ്റെ നിർബന്ധിച്ച് പണിയലിൻ്റെ നിരോധനം, വകുപ്പ് 23 അല്ല 24ആണ്. അടുത്തത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. അടുത്തത് ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് രാംദേവ് മിശ്രയും ആദർശ് കുമാർ ഗോയലും കൂടി എഴുതിയ പുസ്തകമാണ്. അപ്പോൾ വരും അത് കേട്ടോ. ബിജീഷ് ബാലകൃഷ്ണൻ അതായിട്ട് ബന്ധമില്ല. താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന. UNEP സ്ഥാപിത വർഷം 1972ആണ്. 2ഉം 3ഉം തെറ്റായിട്ടാണ് നമ്മളിപ്പോൾ പ്രാഥമികമായിട്ട് എടുക്കുന്നത്. B ആണ് വരേണ്ടത്. അടുത്തത് താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏത്? സാൽമണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ്, അതായത് ടൈഫോയിഡിൽ കാടിനെ കയറുമ്പോഴത്തേക്ക് കൂടുതൽ ദ്വാരങ്ങൾ കാണുന്ന ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. മലേറിയ രോഗത്തിൽ വിറയലോട് കൂടിയ പനി, അത് ശരിയാണ്. മലേറിയയുടെ ഏറ്റവും മെയിൻ കാര്യം തന്നെ ആവർത്തിച്ച് വരുന്ന കഠിനമായ പനി തന്നെയാണ്. പിന്നെ ഹീമോഫിലൻസ് ഇൻഫ്ലുവൻസ ഉണ്ടാകുന്ന രോഗികളിൽ പനി, ചുവ, നെഞ്ചുവേദന, എന്തായാലും ഇൻഫ്ലുവൻസ ആണല്ലോ. അപ്പോൾ പനിയും ചുവ, നെഞ്ചുവേദന ഇല്ലാത്ത എന്ത് രോഗമാണല്ലോ, അപ്പോൾ അതും വരാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ 1, 2, 3. അപ്പോൾ അടുത്തത് 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം. ഇത് 6th എക്സ്റ്റൻഷൻ അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അത് എലിസബത്ത് കോൾബർട്ടിൻ്റെ പുസ്തകമാണത്. ബോസ്റ്റൺ ടീ പാർട്ടി ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടാണ്. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി, അത് നെപ്പോളിയനിലോട്ടാണ് വരുന്നത്. അതൊന്നും ഒരു ഡൗട്ടുണ്ട്. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴ്ത്തുന്ന പ്രസ്താവനകൾ തെറ്റായത് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. ലാഹോർ സമ്മേളനം തന്നെ എപ്പോഴാണ്? 1929ആണ്. പൂർണ്ണ സ്വരാജാണ്. അപ്പോൾ 1 ശരിയാണ്. പൂർണ്ണ സ്വരാജ് ലാഹോറാണ്. അപ്പോൾ 1 തെറ്റാണെന്ന് പറയുന്ന ഓപ്ഷനെല്ലാം കളയാം. 1, 3, 4 മാറ്റാം. പിന്നെ 1927 ലാഹോർ സമ്മേളനം, അത് തെറ്റാണ്. അപ്പോൾ 2 തെറ്റാണ്. അപ്പോൾ 2 വന്നേ പറ്റത്തുള്ളൂ. പിന്നെ 1932 1930 സ്വാതന്ത്ര്യമായിട്ട് ആഘോഷിച്ച് തീരുമാനിച്ചത്. അപ്പോൾ അത് 3 തെറ്റാണ്. അപ്പോൾ 2, 3 തെറ്റാണ്. ഇനി 4ലോട്ട് പോകണ്ട. 4 എന്താണെന്ന് പോലും നമുക്ക് നോക്കണ്ട. അടുത്തത് 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ക്രമീകരിക്കാനാണ് പറഞ്ഞിരുന്നത്. ലക്നൗ ബീഗം ഹസ്രത് മഹലാണല്ലോ. 4B ആണ്. 4B വരുന്ന 2 ഓപ്ഷനുണ്ട്. ബഹദൂർ രണ്ടാമൻ എവിടെയാണ്? ഡൽഹിയിലാണ്. ബഹദൂർ രണ്ടാമൻ ഡൽഹിയിൽ വരുന്ന ഓപ്ഷൻ 1C വരുന്ന ഓപ്ഷൻ പറഞ്ഞേ ഉള്ളൂ. ഇനി ബാക്കി വായിക്കേണ്ട ആവശ്യമില്ല. അടുത്ത 50ാമത്തെ ചോദ്യത്തിലോട്ടാണ്. പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം 1865. അടുത്ത മാത്സിലോട്ടാണ് പോകുന്നത്. നമുക്ക് ഇംഗ്ലീഷും മലയാളവും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ദ കോർട്ട് ഒബ്സർവ്ഡ് ദ എഗ്രിമെൻറ്റ് നൾ ആൻഡ് വോയിഡ്. നൾ ആൻഡ് വോയിഡ് എന്ന് പറയുന്നത് എന്തുവാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നൾ ആൻഡ് വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവാലിഡ് എന്നൊരു ഓപ്ഷനിലോട്ടാണ് ഞാൻ പോകുന്നത്. കാരണം ഈ ഒതൻറ്റിക് എന്ന് പറയുന്നതും ലെജിറ്റിമേറ്റ് എന്ന് പറയുന്നതും ഏകദേശം ഒരേ അർത്ഥമാണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. കാര്യം ഒരു ഡിലീഷനിലോട്ട് പോകുന്നൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ഇടണമെന്നില്ല.
അപ്പോൾ ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത് ഏകദേശം അതേ ഒരു അർത്ഥം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇൻവാലിഡ് എന്നൊരു ഓപ്ഷനിലോട്ട് നമുക്ക് പോകാം. അടുത്ത പിക്ക് ഔട്ട് ദ വേർഡ് ഫോർ എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ആൻഡ് സ്ട്രോങ്ലി അഗെയിൻസ്റ്റ് അക്സെപ്റ്റഡ് ഐഡിയാസ്. ഡിപ്ലോമാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് ഒരു ഡൗട്ടുള്ള കാര്യമാണ്. അത് നോക്കാം. ടീച്ചർ കുഡ് നോട്ട് ഡാഷ് കീപ് ഡൗൺ ബീറ്റിംഗ് ദ സ്റ്റുഡൻറ്റ് ഫ്രം ഹിസ് മിസ്ബിഹേവിയർ. അടുത്ത കർലി സ്പെൽറ്റ് എന്ന് പറഞ്ഞാൽ മൊമെൻറ്റോ ആണ് കേട്ടോ. നൺ ഓഫ് അസ് നെഗറ്റീവ് സെൻറ്റൻസ് ആണോ അല്ലേ എന്നുള്ള ആദ്യം മാർക്ക് ചെയ്യണം ക്വസ്റ്റ്യൻ ടാഗിൽ. അപ്പോൾ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ പോസിറ്റീവ് ടാഗ് വരണം. അപ്പോൾ നെഗറ്റീവ് ടാഗ് എല്ലാം ആദ്യം വെട്ടിക്കളയാം. അത് വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി നോക്കാവുള്ളൂ. നെഗറ്റീവ് ടാഗ് വരത്തില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവേ വരത്തുള്ളൂ. പോസിറ്റീവ് ടാഗ് ഡിഡ് എസ് ഉണ്ട്. ഇപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ സിമ്പിളായതുകൊണ്ടോ ടാഗ് ക്വസ്റ്റ്യൻ സിമ്പിളാക്കേണ്ട ഏറ്റവും പ്രധാന ട്രിക്ക് ഇതാണ്. നമ്മൾ നെഗറ്റീവാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ നെഗറ്റീവാണ് ക്വസ്റ്റ്യൻ എങ്കിൽ പോസിറ്റീവ് ടാഗേ വരത്തുള്ളൂ. പോസിറ്റീവ് ടാഗ് മാത്രമേ എടുക്കാവുള്ളൂ. ഡോണ്ടിൻ്റെയും ഡിഡിൻ്റെയും നെഗറ്റീവ് ടാഗാണ്. അത് രണ്ടും വെട്ടിക്കളഞ്ഞു. പിന്നെ ഡിഡ് എസ് ഉണ്ട്, ഡിഡ് വി ഉണ്ട്. നമ്മളിവിടെ വരുന്ന സബ്ജക്റ്റ് ശരിക്കും എന്താണ്? നൺ ഓഫ് അസ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ അസ് എന്നുള്ളത് മാറുമ്പോഴത്തേക്ക് നമ്മൾ മറ്റൊരാൾ പറയുമ്പോഴത്തേക്ക് വി എന്നുള്ളതായിട്ട് മാറും. അപ്പോൾ ഡിഡ് വി എന്ന് വരും. അടുത്തത് ഇഫ് യു ഹാവ് റീച്ച്ഡ് ദ വെന്യൂ അറ്റ് ദ ടൈം. If you had reached the venue at the right time, you could have met the chief guest. Change in the reported speech. He said, will you listen to such an advice? He asked whether they would listen to such an advice. UPI എന്തുവാണ്? യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് ആണ് കേട്ടോ. എന്നുള്ള ഇൻ്റർഫേസ് ആണ്. അതുകൊണ്ട് തന്നെ യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് ആണ്. ഒരു കൺഫ്യൂഷനൊന്നും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ക്വാളിറ്റി ഓഫ് ഓറഞ്ചസ് ഡാഷ് നോട്ട് സാറ്റിസ്ഫാക്ടറി. ഓറഞ്ചസ് എന്നല്ലേ പറയുന്നത്. ഓറഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലൂറലാണ്. അപ്പോൾ വാസ് വരത്തില്ല. ഹാവ് ബീൻ നോട്ട് സാറ്റിസ്ഫാക്ടറി എന്ന് പറയേണ്ട ആവശ്യമില്ല. അത്രയും കോംപ്ലിക്കേഷനിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ആറും ഉണ്ട്, വേറും ഉണ്ട്. ഒരു വയറും എന്ന് പറയാനായിട്ട് ഞാൻ സിമ്പിളായിട്ടൊരു ട്രിക്ക് പറയാം. ക്വാളിറ്റി ഓഫ് ഓറഞ്ച് നല്ലതാണോ അല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടാണിക്കോ പറയുന്നത്, കഴിക്കുന്നതിന് മുമ്പേ ആയിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ പറയുന്നത്, കഴിച്ചതിന് ശേഷമായിരിക്കും പറയുന്നത്. അപ്പോൾ പാസ്റ്റിലായിരിക്കും ആ ഓറഞ്ച് തിന്ന് കഴിഞ്ഞിട്ടായിരിക്കും അത് പറയുന്നത്. അപ്പോൾ അത് വേറെ വരാനാണ് സാധ്യത. 6 എന്നുള്ളത് നമുക്ക് അവിടെ വെട്ടിക്കളയാൻ പറ്റും. അടുത്തത് ഹീ ഡാഷ് 10 years ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച്. അപ്പോൾ നെക്സ്റ്റ് മാർച്ചിൽ തീർന്നൊരു കാര്യമാണ്. അതായത് ഫ്യൂച്ചറിൽ തീർന്ന കാര്യമാണ്. അതായത് ഫ്യൂച്ചറിൽ പെർഫെക്ഷൻ സംഭവിക്കുന്നൊരു കാര്യം. മനസ്സിലായി? പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ തന്നെ തീരുക എന്നുള്ള അർത്ഥത്തിലാണ്. ഫ്യൂച്ചറിൽ ഒരു സമയത്ത് തീർന്നൊരു കാര്യം മാർച്ചിൽ അവിടെ തീർന്നു. അപ്പോൾ പെർഫെക്റ്റ് ടെൻസ് അവിടെ ആവശ്യമുണ്ട്. പെർഫെക്റ്റ് ടെൻസിൻ്റെ ആളാണ് ഈ ഹാവും ഹാസും ഒക്കെ. അപ്പോൾ അത് വരുന്ന ഒരേ ഓപ്ഷൻ വിൽ ഹാവ് ബീൻ കംപ്ലീറ്റിംഗ് 10 years ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച്. കുതിരയുടെ പര്യായമല്ലാത്തത് ഏത്? അത് ഡൗട്ട് ക്വസ്റ്റ്യൻ ആണ്. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? നായകൻ നായകി എന്നുള്ളത് നമ്മളെങ്ങും കേട്ടിട്ടില്ല. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിപ്പോയി. ഒന്നും നോക്കേണ്ട കാര്യമില്ല. നായിക എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചിന്തിച്ച് ഡിഫിക്കൽട്ട് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചിന്തിച്ച് ഡിഫിക്കൽട്ട് ആക്കണം. അത് എളുപ്പമാണെന്ന് തന്നെ കരുതി അങ്ങോട്ട് ഉത്തരം എഴുതുക. തിതീർഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളെന്നുള്ളതാണ്. പെടാത്തത് ഏതാണെന്നുള്ളതാണ്. സ്ഥാവര ജംഗമ വസ്തുക്കൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അത് പെടുന്നതാണ്. ഉഗ്രം അത്യുഗ്രം, മണ്ഡനം ഖണ്ഡനം, വ്യഷ്ടി സമഷ്ടി. ഉഗ്രം അത്യുഗ്രം എന്നുള്ളതാണ് അത് വരാൻ സാധ്യതയുള്ളത്. ആർക്കി ടൈപ്പ് എന്നുള്ള എന്തിൻ്റെ ഇംഗ്ലീഷാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദിപ്രരൂപത്തിൻ്റെ ഇംഗ്ലീഷാണ് കേട്ടോ. ആർക്കി ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രൂപം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. ആർക്കി ടൈപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു രൂപം, ആദിപ്രരൂപമാണ്. ചെല്ലം പെരുത്താൽ ചിതലരിക്കും. ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്നുള്ളത് വാത്സല്യം അപകടകാരിയാണ് എന്നുള്ളതാണ് ആയിരുന്നു ഓപ്ഷൻ. പൂജക ബഹുവചനത്തിൻ്റെ ഉദാഹരണം എന്ത്? പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ബഹുവചനമല്ല, ഏകവചനം തന്നെയാണ്. പക്ഷെ എന്താണ്, നമുക്ക് കാണുമ്പോൾ ഒരു ബഹുവചനമായിട്ട് തോന്നും. അത് ബഹുമാനം കൊണ്ടാണ് ബഹുവചനം കൊടുക്കുന്നത്. പൂജിച്ചുകൊണ്ട് ബഹുമാനിക്കുന്ന, അങ്ങനെ ഒരു അർത്ഥത്തിൽ നിങ്ങളത് പഠിച്ചാൽ മതി. പൂജിച്ചുകൊണ്ട് ബഹുമാനിക്കുന്ന പൂജക ബഹുവചനം ആ രീതിക്ക് എടുക്കുകയാണെങ്കിൽ ഏതാണ് അതിനകത്ത്?
പൂജിച്ചുകൊണ്ട് ബഹുമാനിക്കുന്നത് പറഞ്ഞാൽ വൈദ്യരാണ് കേട്ടോ. കരണി പ്രസവം എന്ന് പറഞ്ഞാൽ അപൂർവമായ സംഭവം എന്നുള്ള തരത്തിലോട്ട് വരാം. അവൻ എന്ന പദം പിരിച്ചെഴുതുന്നത് ആ പ്ലസ് അൻ എന്നാണ് കേട്ടോ. ആദേശസന്ധിയുടെ സ്ഥിരം ക്വസ്റ്റ്യനാണ് വിൺ പ്ലസ് സ്ഥലം വിണ്ടലം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ജനറൽ ടോപ്പിക്സ് വരുന്നത്. പിന്നെ മാത്സ് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് വരുന്നത്, ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് ചെയ്തത് വെച്ചിട്ടുള്ള റിവ്യൂ ആണ് വീഡിയോയുടെ ബാക്കി ഭാഗം വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രഡീഷണൽ നോളജ് എന്നുള്ളതിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒരു സമയം കഴിഞ്ഞു എന്നുള്ളൊരു മെസ്സേജാണ് PSC തരുന്നത്. അതായത് നിങ്ങൾ എലിമിനേഷനെ നന്നായിട്ട് ആശ്രയിക്കേണ്ടി വരും. കാര്യം 10th ലെവൽ എക്സാമാണ്. നേരിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് അല്ല ചോദിച്ചേക്കുന്നത്. ഏകദേശം മിക്കതും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസാണ് ചോദിച്ചേക്കുന്നത്. എന്നാൽ നേരിട്ട് ചോദിച്ചേക്കുന്ന ചോദ്യങ്ങളെല്ലാം അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. കറണ്ട് അഫെയർസ് സിമ്പിളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫെയർസ് സിമ്പിളായിട്ട് ചോദിക്കാൻ പറ്റത്തില്ല. കറണ്ട് അഫെയർസ് എങ്ങനെയാണ് സിമ്പിളായിട്ട് ചോദിക്കുന്നത്? ഓവർ സിമ്പിളായി കഴിഞ്ഞാൽ കറണ്ട് അഫെയർസ് എല്ലാവരും ചെയ്യും. അതുകൊണ്ട് തന്നെ കറണ്ട് അഫെയർസ് സിമ്പിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കം ചോദ്യങ്ങളെ കറണ്ട് അഫെയർസ് ചോദിച്ചിട്ടുള്ളൂ. ആ ചോദിച്ചേക്കുന്ന ചോദ്യങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് സിമ്പിളല്ല. എന്നാൽ കറണ്ട് അഫെയർസ് പഠിക്കുന്ന ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് കറണ്ട് അഫെയർസ്. അതുകൊണ്ട് കറണ്ട് അഫെയർസിനെ പറ്റി അത്രയും മാത്രമേ പറയാനുള്ളൂ. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് ഞാൻ നോക്കിയായിരുന്നു, അത് സോൾവ് ചെയ്തില്ല. സ്പെഷ്യൽ ടോപ്പിക്സ് നോക്കിയതെന്ന് തോന്നിയിരിക്കുന്നത് കുറച്ച് ചോദ്യങ്ങൾ അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങൾ, ഡയറക്റ്റ് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കഞ്ചാവിനെ പറ്റി ചോദിച്ചേക്കുന്നത്, അതേപോലെ സ്പിരിറ്റിനെ പറ്റി ചോദിച്ചേക്കുന്ന ചോദ്യമുണ്ട്. അങ്ങനെയുള്ള ഡയറക്റ്റ് മദ്യം ഉപയോഗിക്കേണ്ട പ്രായത്തിനെ പറ്റി അങ്ങനെയുള്ള ഡയറക്റ്റ് ചോദ്യങ്ങളും, അതേപോലെ ബാക്കിയുള്ള ആക്റ്റുകളെ പറ്റി ചോദിച്ചേക്കുന്നതാണെങ്കിലും ഓവറായിട്ടുള്ള ഇതിലോട്ടൊന്നും പോയിട്ടില്ല. ഒരു നോർമൽ ചോദ്യങ്ങളാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുള്ളവർക്ക് എപ്പോഴും ഒരു കോമ്പറ്റീഷനിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ മുകളിലോട്ട് എത്താൻ സാധിക്കും. കാര്യം അവർ സ്പെഷ്യൽ ടോപ്പിക്ക് എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് ഈ ഒരു എക്സാമിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് പേടിക്കേണ്ട. സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്കൊരു 15 എണ്ണമൊക്കെ കിട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ 12 എണ്ണമൊക്കെ കിട്ടിയിട്ടുള്ളെങ്കിലും ബാക്കിയുള്ളതിൻ്റെ പെർഫോമൻസും വ്യത്യാസമാണ്. ബാക്കിയുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സയൻസ് നോക്കാനാണെങ്കിൽ സയൻസ് സാധാരണ 10th ലെവലിനേക്കാൾ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ ഹയർ ലെവൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ആ ഇൻഫ്ലുവൻസയുടെയൊക്കെ ചോദ്യമൊക്കെ കണ്ടായിരുന്നു നമ്മൾ. അതേപോലെ വിമാനം ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ലോ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒരു കൂടുതൽ ഹയർ ലെവൽ ചോദ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സയൻസ് ഒരു എബോവ് ആവറേജ് ചോദ്യങ്ങളാണ് സയൻസ് കൂടുതൽ ചോദിച്ചേക്കുന്നത്. പിന്നെ ജോഗ്രഫിയിലാണ് ചോദിച്ചതെങ്കിലും ജോഗ്രഫിയിൽ ചോദിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് അതും വളരെ ചുരുക്കം ചോദ്യങ്ങളാണെങ്കിലും അതും ഒരു എബോവ് ആവറേജ് ചോദ്യങ്ങളായിരുന്നു വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ നവോത്ഥാനത്തിലോട്ട് വരുമ്പോഴത്തേക്ക് നവോത്ഥാനം കൂടുതൽ സൂചനകൾ നൽകിയുള്ള ചോദ്യമൊക്കെ വന്നപ്പോഴത്തേക്ക് അതൊക്കെ അത്യാവശ്യം സിമ്പിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നമുക്ക് സൂചനകളിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്ന, എലിമിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാര്യം ആ ഒരു ചോദ്യം നമ്മൾ അയ്യത്തൻ ഗോപാലിൻ്റെ വന്നേക്കുന്ന ആ ഒരു ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സൂചനകൾ നൽകിയിട്ട് അതിൽ ഏതെങ്കിലും ഒരു സൂചന അറിഞ്ഞാൽ തന്നെ നമുക്ക് 4 സൂചന 5 സൂചന ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം അറിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നവോത്ഥാനം പാടെന്ന് പറയാൻ പറ്റില്ല ഈ ഒരു എക്സാമിന്. ഈ ഒരു എക്സാം അങ്ങനെ ഒന്നും പറഞ്ഞില്ല. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ചോദിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് കുറച്ച് ടഫായിട്ടാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. നല്ല ടഫായിട്ടാണ് ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. ഒരു 3-4 ക്വസ്റ്റ്യൻ മാത്രമേ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട്. നെഗറ്റീവ് വരാൻ സാധ്യതയുള്ള ഒരു ഇതാണ്, ഏരിയ ആണത് ഇംഗ്ലീഷ്. അതേപോലെ മലയാളത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ മലയാളം സാധാരണ PSC പരീക്ഷയ്ക്ക് എങ്ങനെയാണോ ചോദിക്കുന്നത് അതുപോലെ തന്നെ ചോദിച്ചേക്കുന്നത്. ഒരു ലെവൽ കൂടിയ മലയാളമൊന്നും പറയാൻ പറ്റില്ല, ലെവൽ കുറഞ്ഞ മലയാളം എന്ന് പറയാൻ പറ്റില്ല. ഒരു സുഖമായിട്ടൊരു 7 തൊട്ട് 8 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് 10ൽ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്സിൻ്റെ ചോദ്യങ്ങൾ ഞാൻ നോക്കിയിരുന്നു. മാത്സിൻ്റെ ചോദ്യങ്ങൾ അങ്ങനെ ഒരു വലിയ പ്രയാസമുള്ള ചോദ്യങ്ങൾ എന്നുള്ള രീതിയിൽ വന്നിട്ടില്ല. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ജനറലൈസ്ഡ് പറയാനുള്ളത്. പിന്നെ ഈ ഒരു എക്സാമിൻ്റെ ഒരു കട്ട് ഓഫും കാര്യങ്ങളൊക്കെ പറയാനുള്ള എത്ര മാർക്കുള്ളവർ സേഫാണെന്നൊരു ചോദ്യം വരുമ്പോഴത്തേക്ക് അത് പറയാവുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ച ശേഷം പറയാം. കാര്യം ഈ ഒരു എക്സാമിൻ്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ എന്നുള്ള രീതിക്ക് ചോദ്യങ്ങൾ കൂടുതൽ പേർക്കും ഉത്തരം ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ നമ്മുടെ GK പാർട്ടിലുണ്ടായിരുന്നു. അതായത് എക്സാം എഴുതുന്ന കുട്ടികളിൽ
ഭൂരിഭാഗം പേർക്കും ഉത്തരം എഴുതാവുന്ന ഒരുപാട് ചോദ്യങ്ങൾ GK പാർട്ടിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് കുറച്ച് നാളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു, ഉറപ്പായിട്ടും അങ്ങനെ തന്നെയായിരുന്നു. അതേപോലെ മലയാളം ആണെങ്കിൽ ഒരു 7 ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും, 4, 7, 11 മാർക്ക് അങ്ങനെ തന്നെ. അതേപോലെ മാത്സിലെ ക്വസ്റ്റ്യൻസ് ഏറെക്കുറെ ആൻസറബിളാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് ഒരു 15 ചോദ്യമൊക്കെ ഉത്തരം എഴുതി എന്നുള്ള രീതിക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ GKയിൽ കൂടുതൽ ചോദ്യം ശരിയാക്കിയിട്ടുണ്ടാവാൻ സാധ്യത ഉള്ളതായിരിക്കും കൂടുതൽ കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ എക്സാമിന് വേണ്ടി പഠിച്ചിട്ടുള്ളവരിൽ കൂടുതൽ കുട്ടികളും ശരിയാക്കിയിട്ടുണ്ടാവണം GKയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്. കാര്യം ഇപ്പോൾ ചില ചാനലുകളിലും സ്ഥാപനങ്ങളിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാകും എക്സാം ടഫാണ് എന്നൊക്കെ ഉള്ളൊരു പ്രചാരണം നടത്തുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, എക്സാം ടഫാണെന്ന് പറയുമ്പോൾ തന്നെ എക്സാമിന് ഒരുപാട് മാർക്ക് വാങ്ങിക്കുന്ന ഒരുപാട് പേര് റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ കാണാറുണ്ടല്ലേ. അങ്ങനെ നോക്കാനാണെങ്കിൽ ഈ ഒരു എക്സാം ഒരു ആവറേജ് എക്സാം എന്ന് മാത്രമേ 10th ലെവലിൻ്റെ കാര്യത്തിൽ ഒരു ആവറേജ് എക്സാം എന്ന് മാത്രമേ പറയാനുള്ളൂ. ടഫ് എക്സാം എന്നൊന്നും പറയാനില്ല. കാരണം എലിമിനേഷൻ ട്രിക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. എൻ്റെ അറിവ് മാത്രം ഉപയോഗിച്ചിട്ടല്ല, എൻ്റെ എലിമിനേഷൻ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് സോൾവ് ചെയ്തത്. അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ചിലതൊക്കെ തെറ്റും വരും. പക്ഷേ എങ്കിലും ഇതാണ് അതിൻ്റെ ഒരു രീതി. നമുക്കിനി അങ്ങോട്ട് ഈ ഒരു രീതിയിൽ പോകണം. അപ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ട ഈ ഒരു രീതിയിലാണ്. നമ്മൾ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഓപ്ഷൻ വായിക്കാതെയൊക്കെ നമ്മൾ ചെയ്തൊക്കെ പോകേണ്ടി വരും ചില ക്വസ്റ്റ്യൻസിൽ, എലിമിനേഷൻ വഴി ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിൽ മാത്രം. അല്ലെങ്കിൽ 4 ഓപ്ഷനും ഒരു ഒറ്റ വാക്ക് ഉത്തരം എഴുതേണ്ട ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ 4 ഓപ്ഷനും വായിച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു സേഫ് മാർക്ക് പറയുമ്പോഴത്തേക്കുള്ള കാര്യം, എക്സൈസ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ടോപ്പ് മാർക്ക് വരുന്ന കുറച്ച് പേർക്ക് മാത്രം ജോലി കൊടുക്കുന്ന ഒരു പോസ്റ്റാണ് കഴിഞ്ഞിടയ്ക്ക് വരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളത് മാത്രമല്ല, റാങ്ക് ലിസ്റ്റിൽ ടോപ്പായിട്ട് വരിക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇനി വരുന്ന ഫിസിക്കലിനും എൻഡ്യൂറൻസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻഡ്യൂറൻസ് ടെസ്റ്റ് കഴിയുമ്പോൾ തന്നെ ഒരു പകുതി കൂടുതൽ ആൾക്കാർ എലിമിനേറ്റ് ആവും ഈ ലിസ്റ്റിൽ വരുന്ന. എൻഡ്യൂറൻസ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെയും ഫിസിക്കലുണ്ട്. അപ്പോൾ ഫിസിക്കലും എൻഡ്യൂറൻസ് ടെസ്റ്റും കൂടി കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് കുറച്ച് പേരാണ് വരുന്നത്. പക്ഷേ അതൊന്നും നമ്മുടെ ഈ റിട്ടൺ ടെസ്റ്റിൻ്റെ കട്ട് ഓഫ് കുറയ്ക്കാനുള്ളൊരു കാരണമല്ല. അപ്പോൾ എങ്ങനെ പോയാലും നമ്മുടെ എക്സൈസ് ഓഫീസർ എക്സാമിന് ഒരു 72 മാർക്കിന് മുകളിൽ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജോലി കിട്ടാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഒരു മാർക്കിലാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് 70 ഇല്ലെങ്കിൽ 68 മുകളിലൊക്കെ മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫിസിക്കൽ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങുക. ഫിസിക്കലിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര മാർക്കാണെങ്കിലും നിങ്ങൾക്ക് തുടരാൻ. കാരണം നിങ്ങൾക്ക് മറ്റ് എക്സാംസും പോലീസും ഫയർഫോഴ്സൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എൻഡ്യൂറൻസ് ടെസ്റ്റ് പോലീസിനൊക്കെ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉള്ളതാണ്. പിന്നെ ഫിസിക്കൽ ഫയർഫോഴ്സിനൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫിസിക്കലിൻ്റെ പ്രാക്ടീസിനായിട്ട് നിങ്ങൾ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഫിസിക്കലിൻ്റെ പ്രാക്ടീസ് നിങ്ങൾക്ക് തുടരാം. അത് എത്ര മാർക്കാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തുടങ്ങാം. കാര്യം ഇപ്പോൾ ലിസ്റ്റിൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ട് ഫിസിക്കലിലോട്ട് കൂടുതൽ ആൾക്കാരെ എടുക്കാനാണെങ്കിൽ ഈ പറയുന്ന കട്ട് ഓഫൊക്കെ കുറഞ്ഞു വരാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും 68 മുകളിലോട്ട് പോകുന്നവർക്ക് ഒരു ലിസ്റ്റിലോട്ട് വരാനും, അതേപോലെ 72 മുകളിലോട്ട് ഉള്ളവർക്ക് ഒരു ജോലിയിലോട്ട് വരാനും സാധ്യതയുള്ള ഒരു എക്സാമായിട്ടാണ് ഇത് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു പ്രഡിക്ഷൻ, ഇത്രയും കൂടിയൊരു പ്രഡിക്ഷൻ നടത്താനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈസിന് വിരലെണ്ണാവുന്ന വേക്കൻസികളും കാര്യങ്ങളും മാത്രം വരുന്ന ഒരു പോസ്റ്റ് ആയതിനാലാണ് ഓരോ ജില്ലയിലും. കഴിഞ്ഞ തവണത്തേക്ക് എക്സ്പീരിയൻസ് അതാണ് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടോപ്പ് വരുന്ന സ്റ്റുഡൻസിനാണിത് ഒരു സാധ്യതയെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് ഒരു 70 മുകളിലാണെങ്കിൽ നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കുക. 62 മുകളിലാണെങ്കിൽ നിങ്ങൾ ഫിസിക്കലിന് പോവുക. 68 ഒരു 60 മുകളിലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഫിസിക്കലിന് പോയി തുടങ്ങാൻ. കാര്യം ലിസ്റ്റിലേക്ക് വരുന്നവരുടെ എണ്ണമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ടോപ്പ് മാർക്കിലോട്ട് വരുന്നതാണ്. അപ്പോൾ ഇപ്പോഴും പ്രതീക്ഷയും കാര്യങ്ങളും നിങ്ങൾ കൈവിടരുത്. കാര്യം ഇപ്പോൾ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടാം, ലിസ്റ്റിൽ വരുന്നവരുടെ എണ്ണം കൂട്ടാം, എല്ലാ കാര്യങ്ങളും നമുക്ക് സംഭവിച്ചു കൂടായികയില്ല. ഫോഴ്സിൽ ആൾ ഷോർട്ടായിട്ട് വരുമ്പോൾ ബൾക്കായിട്ട് ആളെ എടുക്കാം. അപ്പോൾ ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളായിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ലിസ്റ്റിനെ സംബന്ധിച്ചോളം പറയാനുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ നോളജ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാനായിട്ട് നിൽക്കരുത്. കറക്കി കുത്തലും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഒരു ഊഹാപോഹങ്ങളൊക്കെ വെച്ചിട്ട് ഇനിയുള്ള എക്സാം അറ്റൻഡ് ചെയ്യുക.
അതേപോലെ ഇനി നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടറി എക്സാം അതേപോലെ 10th മെയിൻസിൻ്റെ ബാക്കിയുള്ള എക്സാംസൊക്കെ ഉള്ളവർ ഏറ്റവും മെയിനായിട്ട് PSCയുടെ ഇപ്പോഴത്തെ ഏരിയയിൽ, അതായത് ഇപ്പോഴത്തെ ടൈമിൽ നടത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളെ നല്ല രീതിയിൽ വിശകലനം ചെയ്ത് അതുമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ തന്നെയായിരിക്കും വീണ്ടും ചോദിക്കുന്നത്. ഇതൊക്കെ തന്നെ തിരിച്ചും മറിച്ചുമൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ 104ാമത്തെ ഭേദഗതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് 103ാമത്തെ അല്ലെങ്കിൽ 101ാമത്തെ GSTയെക്കുറിച്ചോ ഒക്കെ ചോദിക്കാം. ഇപ്പോൾ ഈ ഒരു എക്സാമിൽ 18ാമത്തെ ആർട്ടിക്കിളിനെ പറ്റി ചോദിച്ചെങ്കിൽ അടുത്ത എക്സാമിൽ ചിലപ്പോൾ 14, 29, 30 ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരാം. ഇപ്പോൾ ഇത്തവണ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ചോദിച്ചതെങ്കിൽ അടുത്ത തവണ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വകുപ്പ് ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇതാണ് അതിനകത്ത് പറയുന്നത്. ചിലപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയെക്കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ ആരാണ് എന്നൊക്കെ ചോദിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ഓസ്കാർ പ്രഖ്യാപിച്ചു, അതിൽ സിനിമ ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ എക്സാമിൻ്റെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്ക് വേണ്ടി, നിങ്ങളുടെ എക്സാം എഴുതിയ കൂട്ടുകാർക്ക് വേണ്ടിയും, അപ്പോൾ ഇനി എക്സാംസ് 10th മെയിൻസുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം എല്ലാവരും, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും പഠിച്ച് ഇതാകുന്ന രീതിയിൽ വേണം നമ്മളും നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. അവരെല്ലാം സഹായിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാതെ അവർ നമുക്കൊരു കോമ്പറ്റീഷനായി മാറില്ല. അവരെ സഹായിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. എപ്പോഴും ബാക്കിയുള്ള പഠിക്കുന്നവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും മുന്നേറാനായിട്ട് സാധിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്ന് വീഡിയോ മറ്റുള്ളവരിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുക. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഏതെങ്കിലും ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നിങ്ങൾക്ക് ഡൗട്ടുണ്ട്, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സജഷനുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത എക്സാംസിന് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് എന്താണ് മനസ്സിലായി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കാര്യം ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് അതൊരു പ്രചോദനമായിരിക്കും. അവർക്ക് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ കുറിച്ച് തോന്നുന്ന കാര്യങ്ങൾ അവർക്കും ഉപകാരപ്പെടും അടുത്ത വരുന്ന എക്സാംസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം വിഷ്ണു.